ഈ മാങ്ങ വേവിച്ച് നമുക്കൊരു കറി വയ്ക്കാം. നോക്കിയൊക്കെ മാങ്ങ ഇങ്ങനെ കനം കുറഞ്ഞ അരിയ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, അതിനാണ്. എന്നിട്ടിത് ചട്ടിയിലോട്ട് ഇടുക. 2 പച്ചമുളക്, കീറൊന്നും വേണ്ട, നമുക്കത് വെന്ത് അരയ്ക്കാനുള്ളതല്ലേ. ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മതിയേ. ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പിച്ചിരി ഇടാം. പിന്നെ ആവശ്യത്തിന് നോക്കിയിട്ടിടാം. പലരും ചോദിച്ചു എൻ്റെ മൺകൂജി എന്ത് ചെയ്യും, മൺകൂജി എന്ത് ചെയ്യും, പൊട്ടിപ്പോയോ എന്ന്. പൊട്ടിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടേ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, കുറച്ചൊഴിച്ചാൽ മതി. അത് വേവാനുള്ള വെള്ളമല്ലേ വേണ്ടുള്ളൂ. അടച്ച് വെച്ച് വേവിക്കുക. വേവട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്കൊരു അരപ്പ് റെഡിയാക്കാം. ഒരു അരമുറി കഷ്ടിയുള്ളൂ കേട്ടോ. അരമുറി നാളികേരം, ഇച്ചിരി ജീരകം, നോക്കിക്കേ, 2 ഇരി വെളുത്തുള്ളി. ഇതും ഇട്ട് നന്നായി അരച്ചു കൊണ്ടിരണേ. നന്നായി വെന്തുടഞ്ഞു കേട്ടോ. ഇതൊന്ന് ചൂടാറട്ടെ. എന്നിട്ട് ഇതിനെ ഒന്ന് ഞാൻ അരച്ചുകൊണ്ട് വരാവേ. ചൂടാറട്ടെ. മാങ്ങ വേവിച്ച ചട്ടിയിലോട്ട് തന്നെ എല്ലാം എടുക്കാം കേട്ടോ. അതുകൊണ്ട് മാങ്ങ വേവിച്ചുകൊണ്ട് വന്നാണ്, അരച്ച് കൊണ്ട് വന്നാണ്. വേവിച്ചല്ല, വേവിച്ചരച്ച്. ഇതിന് മുകളിൽ കിടക്കുന്ന കറിവേപ്പിലയാണ് കേട്ടോ. ഇതിലോട്ട് ഒഴിക്കുക. ഇത് നമ്മുടെ അരപ്പ്. ഇതിന് ഞാനൊരു 4 സ്പൂണ് തൈരൂടെ അരച്ചിട്ടുണ്ട് കേട്ടോ. ഇതുകൂടെ ഇതിലോട്ട് ഒഴിക്കുക. എല്ലാം ചേർത്ത് അരച്ച അരപ്പ് വെള്ളമാണ്, അത് ഇതിലോട്ട് ഒഴിക്കുക. ഇനി എല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് നല്ലവണ്ണം തിളപ്പിക്കുക. ഇച്ചിരി വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഇതങ്ങനെ കുറുകിയിരിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇച്ചിരി ലൂസായിരിക്കുന്നതാണ് എനിക്കിഷ്ടം. കുറുകി ഇരിക്കേണ്ടവർ അങ്ങനെ ചെയ്യാം. ഇതോടെ നിർത്താം. ഞാൻ ഇച്ചിരി കൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ ചേർക്കണം. ഉലുവാപ്പൊടി. കറി നന്നായി തിളച്ച് വരുന്നേ. ഇനി ഇത് നമുക്ക് കടുക് പൊട്ടിക്കാം. ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ലേശം മുളക് പൊടിയും ചേർത്ത് മാങ്ങ അരച്ചു വെച്ച മാങ്ങാക്കറി റെഡി.